ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാവർക്കും വചനധ്യാനത്തിലേക്ക് സ്വാഗതം. ഗലാത്യ ലേഖനം 2-ാം അധ്യായം 9 മുതലുള്ള വചനങ്ങൾ. എനിക്ക് ലഭിച്ച കൃപ അറിഞ്ഞുകൊണ്ട് തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന യാക്കോബും കേഫാവും യോഹന്നാനും ഞങ്ങൾ ജാതികളുടെ ഇടയിലും അവർ പരിച്ഛേദനക്കാരുടെ ഇടയിലും സുവിശേഷം അറിയിപ്പാൻ തക്കവണ്ണം എനിക്കും ബർന്നബാസിനും കൂട്ടായ്മയുടെ വലങ്കൈ തന്നു. ദരിദ്രന്മാരെ ഞങ്ങൾ ഓർത്തുകൊള്ളണമെന്ന് മാത്രം അവർ പറഞ്ഞു. അങ്ങനെ ചെയ്യുവാൻ ഞങ്ങൾ ഉത്സാഹിച്ചും ഇരിക്കുന്നു. ഇന്നത്തെ പശ്ചാത്തലത്തിൽ ഈ വചനത്തിൻ്റെ പ്രസക്തി വളരെ വലുതാണ്. കാരണം സഭകളിൽ വിഭജനങ്ങൾ നടക്കുകയും പരസ്പരം ബഹുമാനം നഷ്ടപ്പെടുകയും ഐക്യത കൈമോശം വരികയും ചെയ്ത ഒരു സാഹചര്യത്തിൽ ഈ വചനം വളരെ പ്രസക്തമാണ്. ക്രൈസ്തവരായിട്ടുള്ള എല്ലാവരുടെയും ലക്ഷ്യം ദൈവരാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിതമാകുവാൻ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. യേശു പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നുള്ളതായിരുന്നു യേശു കർത്താവിൻ്റെ പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറയുന്നത്. അതിനാൽ ഓരോ ക്രൈസ്തവരുടെയും ഉത്തരവാദിത്വം ഈ ഭൂമിയിൽ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിൽ ജീവിക്കുക എന്നുള്ളതാണ്. ലക്ഷ്യം അതായിരിക്കണം. എന്നാൽ ശുശ്രൂഷകളിൽ വൈവിധ്യങ്ങൾ ഉണ്ടാകാം. ഇവിടെ പൗലോസിനും പത്രോസിനും ലക്ഷ്യമൊന്നായിരുന്നു: യേശുക്രിസ്തുവിനെ ഉയർത്തണം, ദൈവരാജ്യം പ്രസംഗിക്കണം. യേശു പഠിപ്പിച്ചത് ജനങ്ങളെ പഠിപ്പിച്ച് അത് പ്രമാണിപ്പാൻ തക്കവണ്ണം അവരെ ഉപദേശിച്ച് യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരാക്കണം. ഈ ലക്ഷ്യം അവർക്ക് ഉള്ളപ്പോൾ തന്നെ അവരുടെ ശുശ്രൂഷകളിൽ വൈവിധ്യം നമുക്ക് കാണുവാൻ കഴിയും. പൗലോസ് ശുശ്രൂഷിച്ചതുപോലെ അല്ലായിരുന്നു പത്രോസ്. അവരുടെ പ്രസംഗത്തിൽ, വാക്കുകളിൽ, ലേഖനങ്ങളിൽ, രീതികളിൽ ഒക്കെ വ്യത്യാസമുണ്ടായിരുന്നു. പക്ഷെ ലക്ഷ്യം ഒന്നായിരുന്നു. ഇത് ആദിമ സഭയിലെ സഭാ നേതൃത്വങ്ങൾ അല്ലെങ്കിൽ സഭയുടെ തൂണുകളായി അറിയപ്പെട്ടിരുന്ന ആളുകൾ മനസ്സിലാക്കി. അതാണ് നമ്മൾ വായിച്ചത്. സഭയിലെ അംഗീകൃത നേതൃത്വ നിരയിലുള്ള യാക്കോബും യോഹന്നാനും പത്രോസും പൗലോസിന് ദൈവം നൽകിയ കൃപയെക്കുറിച്ച് നല്ല ബോധ്യം ഉള്ളവരായിരുന്നു. ഇതൊരു തിരിച്ചറിവാണ്. ഈ തിരിച്ചറിവ് ഇന്ന് സഭയ്ക്ക് നഷ്ടപ്പെട്ടു പോയി. ഈ തിരിച്ചറിവിലേക്ക് സഭ മടങ്ങി വരണം. ഒരാളെ ദൈവം വിളിച്ചു എന്നുള്ള ആ ബോധ്യം ചർച്ച് ലീഡേഴ്സിന് നഷ്ടപ്പെട്ടാൽ അത് വലിയ അപകടത്തിലേക്ക് പോകും. ദൈവം ഒരാളെ വിളിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ദൈവരാജ്യം പ്രസംഗിക്കുക എന്നുള്ളതാണെന്ന കാര്യം ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അന്നത്തെ സഭാ നേതൃത്വം, സഭയുടെ നെടുന്തൂണുകളായി അറിയപ്പെട്ടിരുന്നവർ കൂട്ടായ്മയുടെ വലങ്കരം കൊടുത്തു എന്നാണ് നമ്മൾ വായിക്കുന്നത്. കൂട്ടായ്മയുടെ വലങ്കരം അതൊരു അംഗീകാരമാണ്. ദൈവവിളിയെ, വൈവിധ്യങ്ങളിൽ ശുശ്രൂഷിക്കുന്ന ആളുകളെ അംഗീകരിക്കുകയാണ്. പൗലോസ് വിജാതീയരുടെ ഇടയിൽ ശുശ്രൂഷിക്കുന്നു, പത്രോസ് യഹൂദന്മാരുടെ നടുവിൽ ശുശ്രൂഷിക്കുന്നു. അവരുടെ ശുശ്രൂഷകളിൽ വൈവിധ്യം ഉണ്ടായിരുന്നുവെങ്കിലും ലക്ഷ്യമൊന്നായിരുന്നത് കൊണ്ട് സഭാ നേതൃത്വം അവർക്ക് കൂട്ടായ്മയുടെ വലങ്കരം കൊടുത്തു. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് വിശ്വാസത്തിൻ്റെയും അംഗീകാരത്തിൻ്റെയും അടയാളമാണ്. ഇന്ന് സഭകൾക്ക് ആവശ്യമായിരിക്കുന്നത് ഈ ഒരു മനോഭാവമാണ്. പരസ്പര വിശ്വാസം, അംഗീകാരം. ഇത് ഐക്യതയുടെ അടയാളമാണ്. ഇന്ന് സഭകൾ, സംഘടനകൾ ഒക്കെ വിഭജിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ മാതൃക നാം പിൻപറ്റിയാൽ വീണ്ടും ഒരു വലിയ ഐക്യതയിലേക്കും ദൈവരാജ്യം സ്ഥാപിക്കപ്പെടുക, യേശുവിനെ ഉയർത്തുക എന്ന ലക്ഷ്യത്തിലേക്കും സഭയ്ക്ക് മടങ്ങി വരുവാൻ കഴിയും. ഒരേ ദൗത്യമാണ് ക്രൈസ്തവർക്കുള്ളത്: യേശുവിനെ ഉയർത്തുക, യേശു മാത്രം രക്ഷകനെന്ന് വിളിച്ചു പറയുക. മറ്റൊരുത്തനിലും രക്ഷയില്ല
എന്ന് പ്രഖ്യാപിക്കുക, ദൈവരാജ്യം പ്രസംഗിക്കുക, യേശു പഠിപ്പിച്ച ഉപദേശങ്ങൾ മാത്രം ജനത്തെ പഠിപ്പിക്കുക, പാരമ്പര്യ വ്യർത്ഥമായ ആചാരങ്ങൾ ഇതിനെതിരെ വിരൽ ചൂണ്ടുക. ഈ ലക്ഷ്യത്തോടെ പ്രസംഗിക്കുന്ന പ്രവർത്തിക്കുന്ന ആളുകൾ, അവരുടെ ഇടയിൽ ഒരൈക്യത ഉണ്ടാകണം, അത് അനിവാര്യമാണ്. അവസാനമായിട്ട് പൗലോസ് പറയുന്നു, ദരിദ്രരെ സഹായിപ്പാൻ അവർ ഞങ്ങളോട് ആവശ്യപ്പെട്ടു, ഞങ്ങളത് ചെയ്തുമിരിക്കുന്നു. ദൈവത്തോടുള്ള സ്നേഹം ഒരു വശത്തുള്ളപ്പോൾ മനുഷ്യരോടുള്ള കരുണയും കടപ്പാടും ഉത്തരവാദിത്വവും ഒരുപോലെ പ്രകടിപ്പിക്കുന്നതായിരിക്കണം സഭയുടെ വഴികൾ. ദൈവരാജ്യം പ്രസംഗിക്കുന്നു, നല്ലത്. ശിഷ്യന്മാരാക്കുന്നു, നല്ലത്. അപ്പോൾ തന്നെ ദരിദ്രരായിട്ടുള്ള, സാധുക്കളായിട്ടുള്ള, വിധവകളായിട്ടുള്ള, അശരണരായിട്ടുള്ള ആളുകളെ മറന്നു പോകരുത്, അവരെ ഓർക്കണം എന്നുള്ള പ്രബോധനം വളരെ പ്രസക്തമാണ്. അതുകൊണ്ട് വ്യത്യസ്ത വിളികളെ ബഹുമാനിക്കണം. ഏക ലക്ഷ്യത്തോടെ ദൈവരാജ്യം പ്രസംഗിക്കുന്നവരെ കൂട്ടായ്മയുടെ വലങ്കരം കൊടുത്ത് സഹായിക്കണം. ദരിദ്രന്മാരെയും ആവശ്യത്തിലിരിക്കുന്നവരെയും മറക്കാൻ പാടില്ല. ഉത്സാഹത്തോടും ആത്മാർത്ഥതയോടും കൂടെ ഈ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള സന്ദേശമാണ് ഇന്നത്തെ വചനത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുക. കർത്താവെ, അവിടുത്തെ നല്ല വചനങ്ങൾ അനുസരിപ്പാൻ, കർത്താവിൻ്റെ ഉത്തമ സാക്ഷികളായിട്ട് ജീവിക്കുവാൻ എല്ലാവർക്കും കൃപ നൽകണം. ക്രിസ്തുയേശുവിൻ നാമത്തിൽ ആമേൻ. നിത്യജീവമൊഴികൾ നിന്നിലുണ്ട് പരനെ, നിന്നെ വിട്ടിട്ടടിയങ്ങളെങ്ങു പോയി വസിക്കും, നിന്നെ വിട്ടിട്ടടിയങ്ങളെങ്ങു പോയി വസിക്കും. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ.